ശരി, നമ്മുടെ എം ടിയുടെ മരണം, അതിനെതിരെ ആ മരണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വകാര്യ ജീവിതത്തിലേക്കൊക്കെ കടുത്ത വിവാദങ്ങൾ രാജൻ ജോസഫ് വീഡിയോ ചെയ്തതിനെ പോലെ തന്നെ ചെയ്തവരുണ്ട്. സോഷ്യൽ മീഡിയയിൽ വിമർശിച്ചവരുണ്ട്. സോഷ്യൽ മീഡിയയിൽ എം ടിയുടെ നല്ല വശത്തെക്കാളും അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള പാളിച്ചകൾ എടുത്ത് ആഘോഷമാക്കുന്നുണ്ട്. അപ്പോൾ എം ഡിയും നമ്മുടെ ജയറാമിൻ്റെ ഭാര്യ പാർവതി എന്ന നടിയുമായി ബന്ധപ്പെട്ടൊക്കെ ചില വാർത്തകളൊക്കെ വരുന്നു വടക്കൻ വീരഗാഥയിൽ. എന്താണ് ഐശ്വര്യ? ഞാനത് ശരിക്കും കണ്ടില്ല. അത് വന്നിട്ട് പാർവതി എന്ന് പറയുന്ന നടിയെ നമുക്കറിയാം, നമുക്ക് നഷ്ടം. പാർവതി വിവാഹശേഷം വീട്ടമ്മയായിട്ട് ഒതുങ്ങിയപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു വീട്ടമ്മയാണ് അവർ. പക്ഷെ അത് നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് പാർവതി. അതങ്ങനെ പല താരങ്ങളുണ്ട്. മഞ്ജു വാര്യർ അങ്ങനെയായിരുന്നു. പക്ഷെ എപ്പോഴും നമ്മളുടെ മനസ്സിൽ മുകളിൽ നിൽക്കുന്ന ഒരു ആൾ തന്നെയാണ് പാർവതി. അത്രയും മൂല്യങ്ങൾക്ക്, പുള്ളിക്കാരിയുടെ ജീവിത മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് അവർ. അപ്പോൾ പാർവതിയും എം ഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കഥ കേട്ടിട്ടുള്ളത് വടക്കൻ വീരഗാഥ സിനിമ ഇറങ്ങിയ സമയത്ത്. വടക്കൻ വീരഗാഥയിൽ ആദ്യം മാധവിയുടെ ക്യാരക്ടർ ചെയ്യാനായിട്ട് എം ഡി മനസ്സിൽ കണ്ടിരുന്നത് പാർവതിനെയാണ്. അപ്പോൾ പാർവതി ഇതിനോട് പറഞ്ഞു, അതൊക്കെ ഓക്കെ ആക്കി. ഷൂട്ടിൻ്റെ സമയത്തിന് വന്നു ആള്. പക്ഷെ വന്നപ്പോൾ പാർവതിക്ക് വന്ന കോസ്റ്റ്യൂം കണ്ടപ്പോൾ പാർവതിക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മീൻസ് ഈ മുളക്കച്ചയൊക്കെ കെട്ടി അങ്ങനത്തെ കോസ്റ്റ്യൂംസ് ഒന്നും എൻ്റെ നഗ്നത പ്രദർശിപ്പിക്കാനുള്ളതല്ല എന്ന സ്റ്റാൻഡ് കൃത്യമായി എം ഡിയെ പോലൊരു മനുഷ്യനോട് പറയാനുള്ള ധൈര്യം കാണിച്ചൊരു. അല്ല, അത് പറയുമ്പോൾ അതിന് മറ്റൊരു വശവും കൂടെ ഉണ്ട്. അതായത് സിനിമ എന്ന് പറയുന്നത് ഗ്ലാമറിന്റെ ലോകവും കൂടെയാണ്. സിനിമ ആവശ്യപ്പെടുന്നു, ആ കഥ ആവശ്യപ്പെടുന്നുണ്ട്, അങ്ങനത്തെ ഒരു കഥാപാത്രം ആവശ്യപ്പെടുന്നുണ്ട്, അങ്ങനത്തെ ഒരു ഇത്. പക്ഷെ ആ കഥാപാത്രത്തിൻ്റെ ആ ആവശ്യത്തിനനുസരിച്ച് തനിക്ക് ആ ഡ്രസ്സ് ചെയ്യാനോ അങ്ങനെ ആ കഥാപാത്രം ചെയ്യാൻ തനിക്ക് സാധിക്കില്ല എന്ന തൻ്റെ കാര്യം പുള്ളിക്കാരി തുറന്ന് പറയുകയാണ് ചെയ്തത്. എം ഡി പരാജയപ്പെടുകയല്ല, എം ഡി ഞാൻ പറഞ്ഞല്ലോ ഒരു സ്വാഭിമാനം കൂടുതലുള്ളൊരു കൂട്ടത്തിലായതുകൊണ്ട് തന്നെ എം ഡി ആ സമയത്ത് എം ഡിക്ക് അത് ഹേർട്ടായി എന്നാണ് ചുറ്റുമുള്ളവർ പറഞ്ഞത്. അദ്ദേഹത്തിനെ പോലെ ഒരാളോട് നോ പറയുക എന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹം കൊണ്ടുവന്ന അത്രയും വലിയൊരു കഥയാണത്. ഒരുപാട് സ്കോപ്പുള്ളൊരു കഥയാണ്. അതിലേക്ക് പാർവതി വേണമെന്ന് തീരുമാനിക്കുന്നത് എം ഡി ആണ്. എം ഡിക്ക് നോ പറയാൻ ഒരാളും നാവ് പൊക്കാത്തൊരു സമയത്താണ് പാർവതിയെ പോലെ ഒരു നടി അത് തനിക്ക് പറ്റില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞു മാറിയത്. അവിടെ ഇപ്പോൾ കഥാപാത്രം ആവശ്യപ്പെടുന്നുണ്ട്, അത് പാർവതിയും സമ്മതിക്കുന്നു. പക്ഷെ പാർവതിക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർ മാറി. പക്ഷെ അതിൻ്റെ ഒരു പ്രതികാര ബുദ്ധി പോലെയാണ് മലയാളി അല്ലാത്ത മാധവിനെ കൊണ്ടുവന്നിട്ട് അതേ വേഷം. ആ കഥാപാത്രം മാധവി നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചല്ലോ. ഉറപ്പായിട്ടും മറ്റൊരാളെ സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ മാധവിക്ക് അന്ന് വരെ ഐശ്വര്യ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കാലത്താണ് ആ സിനിമ കാണുന്നത്. ഞാനത് തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. പക്ഷെ ആ സിനിമയിൽ അന്ന് വരെ മാധവി കമലഹാസനോടൊപ്പം പിന്നെ എന്താ പറയുക ഹാഫ് സ്കേർട്ടൊക്കെ ഇട്ട് അഭിനയിച്ച് നടന്ന ഒരു നടിയാണ്. പക്ഷെ അവർക്ക് അതിൽ കിട്ടിയ വേഷം വളരെ മനോഹരമായ ഒരു വേഷമാണ്. ഒരു വേള പാർവതിയേക്കാളും വളരെ മനോഹരമായി പാർവതി ചെയ്തിരുന്നെങ്കിൽ ഇത്രയൊന്നും വിജയിക്കില്ലായിരുന്നു. അതെ, ഉറപ്പായിട്ടും മാധവിക്ക് പകരം മറ്റൊരാളെ നമ്മൾക്ക്. പക്ഷെ അത് ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഒരു ആസ് എ കുടുംബസ്ഥയായ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഐശ്വര്യ ചിലപ്പോൾ സമ്മതിച്ചേക്കും. പക്ഷേ എനിക്ക് ഒരു കലാകാരൻ, എം ഡിയെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ ഒരു സ്ക്രിപ്റ്റും അത് വെച്ചിട്ടൊരു കഥാപാത്രവും സൃഷ്ടിച്ചിട്ട് ഒരു വേള ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് ഞാൻ അഭിനയിക്കില്ല എന്ന് പാർവതി പറഞ്ഞതിനോട് എനിക്ക് കടുത്ത എതിർപ്പുണ്ട്. അതിനൊക്കെ ഒരുപാട് ഇതുണ്ട്. ഇങ്ങനെയുള്ള കോസ്റ്റ്യൂം ആണെങ്കിൽ അതിനകത്ത് ഇടുന്ന നൈലോൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് അവർക്ക് വേഷം ചെയ്യാമായിരുന്നു. അവർ അമൃതംഗമയ എന്ന് പറഞ്ഞ് എം ഡിയുടെ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് പാർവതി. അപ്പോൾ ഒരു നടി, ഒരു താരം എന്ന് പറയുന്നത് ഞാനൊരിക്കലും ഈ പറയുന്ന എം ഡി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ വില കുറച്ച് കണ്ടതിനെ വലിയ കാര്യമായി ഞാൻ കാണില്ല. എം ഡി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആരെന്ന് പറഞ്ഞാലും നമ്മളുടെ വസ്ത്ര സ്വാതന്ത്ര്യം, നമ്മളുടെ സ്വാതന്ത്ര്യത്തിനെയൊക്കെ സമ്മതിക്കുന്നുണ്ട്. അവിടെ പാർവതി ജയിച്ചു, എം ഡി വാസുദേവൻ നായർ തോറ്റു എന്ന് സോഷ്യൽ മീഡിയ പറയുകയാണെങ്കിൽ അതിന് ഞാൻ നഖശികാന്തം എതിർക്കും. അവിടെ തോൽവിയും ജയത്തിന്റെ അഭിനയിക്കാനായിട്ട് വന്നൊരു സ്ത്രീയാണ്. അവിടെ വേറെ ഒരു കോസ്റ്റ്യൂമും ഇട്ട് അവരുടെ കോസ്റ്റ്യൂം അവർക്ക് പറ്റാത്ത രീതിയിലുള്ള കോസ്റ്റ്യൂംസ്, അർദ്ധനഗ്നത കാണിച്ചുകൊണ്ടുള്ള കോസ്റ്റ്യൂംസ്. അർദ്ധനഗ്നത എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഈ പറയുന്നതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഇപ്പം മുലക്കച്ചിടുന്നതിനാണെങ്കിൽ
അല്ലെങ്കിൽ വേണമെങ്കിൽ ബ്ലൗസ് ഇട്ട വേഷമൊക്കെ അല്ല, അതൊക്കെ അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണത്, അവർക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു വന്നത്, ഞാനിതിൻ്റെ ഒരു കോൺട്രവേഴ്സി, ഇതിനെ ഇപ്പം പാർവതി അദ്ദേഹത്തോട് ജയിച്ചു, പാർവതി അങ്ങനെ വളരെ ഇതായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അതിനെ സോഷ്യൽ മീഡിയയിൽ ഒരു ആഘോഷമാക്കുകയാണെങ്കിൽ അതിനെ ഞാൻ നഖശികാന്ത എതിർക്കും. അല്ല, പാർവതി ഇവിടെ ജയത്തിൻ്റെയും തോൽവിയുടെയും കാര്യമുണ്ടെന്നേ എനിക്ക് തോന്നുന്നില്ല. പാർവതി എന്ന് പറയുന്ന ഒരു നടി അവരുടെ സ്റ്റാൻഡ് കൃത്യമായും സ്പഷ്ടമായും പറയാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളിടത്ത് പാർവതി എന്ന് പറയുന്ന സ്ത്രീയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അതേസമയം എം ഡിക്ക് അവിടെ പ്രതികാര ബുദ്ധി തോന്നി എന്ന രീതിയിൽ ഉള്ള എം ഡി അങ്ങനെയൊന്നുമല്ല. എം ഡി ഒരു പ്യുവർ സിനിമാക്കാരനൊന്നുമല്ല. എം ഡി വഴിവിട്ട് അറിയാതെ എം ഡി സിനിമയിലേക്ക് വന്നതാണ്. എം ഡിക്ക് സർഗപ്രക്രിയ തന്നെയായിരുന്നു എം ഡിയുടെ. എം ഡിക്ക് അക്ഷരങ്ങളുമായുള്ള ചങ്ങാത്തം സിനിമയുമായി അധികം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടികളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും അത് പറയില്ല. അദ്ദേഹം വഴിതെറ്റി. എം ഡി എന്ന് പറയുമ്പോൾ സിനിമയും എല്ലാം സിനിമയിലേക്ക് വന്നത് അദ്ദേഹത്തിന്റെ ചില സൃഷ്ടികൾ സിനിമാക്കാരൻ കൂടി ആയതുകൊണ്ട് തന്നെയാണ്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, എം ഡിക്ക് ശേഷം മലയാള സിനിമയിൽ അറിയപ്പെടുന്ന തിരക്കഥാകൃത്തുക്കളുണ്ട്. ജോൺ പോൾ എന്ന് പറഞ്ഞൊരു തിരക്കഥാകൃത്തുണ്ട്, ജോൺ പോൾ ഉണ്ട്, ഈ AK ലോഹിതദാസ് ഉണ്ട്. ലോഹിതദാസ് ഒരു ചെറുകഥ പോലും എഴുതി വിജയിപ്പിച്ചിട്ടുള്ള ആളല്ല. ലോഹിതദാസിന് ഒരു ചെറുകഥ എഴുതാൻ പറ്റിയിട്ടില്ല എന്ന് സങ്കടത്തോളം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കഥ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു, പക്ഷെ ഒരു ചെറുകഥ അല്ലെങ്കിൽ ഒരു നോവൽ എന്ന് പറയുന്ന സാഹിത്യം എഴുതുക നിസ്സാര സംഗതിയല്ല. ഇപ്പം പിന്നെ ഇപ്പോൾ നമ്മുടെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളിൽ നമ്മുടെ ഒരു ക്യാമറമാൻ്റെ ബന്ധുവാണ് കല്ലൂർ ഡെന്നീസ്. ഈ കല്ലൂർ ഡെന്നീസ് എന്ന് പറയുന്ന തിരക്കഥാകൃത്ത് യാന്ത്രികമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കഥകളൊക്കെ തന്നെ വാണിജ്യ സിനിമകളാണ്. നമുക്കതിൽ എടുത്തു പറയത്തക്ക 4-5 സിനിമകളെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റോളജിക് സിനിമകൾ എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പം തിരക്കഥ എന്നൊക്കെ പറയുന്ന സിനിമയ്ക്ക് എഴുതുക എന്ന് പറയുന്നത് യാന്ത്രികമായി വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഡെന്നിസ് ജോസഫ് എന്ന് പറഞ്ഞൊരു തിരക്കഥാകൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എത്ര മനോഹരമായി കഥ എഴുതിയിട്ടുണ്ട്. കഥ എഴുതുന്നത് നിസ്സാര സംഗതിയല്ല, നോവൽ എഴുതുന്നത് ഒരിക്കലും നിസ്സാരമല്ല. അപ്പോൾ എം ഡി എന്ന എഴുത്തുകാരൻ്റെ പൊൻതൂലികയിൽ വിരിഞ്ഞ കഥാപാത്രത്തിനെ കോസ്റ്റ്യൂമിൻ്റെ അടിസ്ഥാനത്തിൽ പാർവതി നിരസിച്ചത് എം ഡിയെ തോൽപ്പിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കില്ല. അവിടെ ഞാൻ തോൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് അവരുടെ മാത്രം വസ്ത്ര സ്വാതന്ത്ര്യം, അവർക്കത് പറ്റില്ല. അത് എന്ന് വെച്ചിട്ട് അങ്ങനെയില്ല ചേട്ടാ. നല്ല ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇട്ടിട്ട് ഉള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ അത് ചെയ്യാൻ പാടില്ല. അവരുടെ നഗ്നത പ്രദർശിപ്പിച്ചു എന്നൊന്നും ഞാൻ പറയില്ല. സിനിമയിൽ അഭിനയിക്കാൻ വരരുത് എന്ന് പറയരുത്. അവിടെ സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളെ മാത്രമാണ് എന്ന്. സാരി ആണെങ്കിൽ തന്നെയും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ, സ്ത്രീ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്. അപ്പോൾ സ്ത്രീകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് സിനിമയിലൂടെ സ്ത്രീകളുടെ സൗന്ദര്യം എന്ന് പറയുമ്പോഴത്തേക്ക് കാണാൻ സൗന്ദര്യമുള്ളവരെ ഫ്രെയിമിൽ ക്യാമറയിൽ അവർ എടുക്കത്തുള്ളൂ. അങ്ങനെയും ഇല്ല, പോട്ടെ, അങ്ങനെയും ഇല്ലെന്ന് തോന്നുന്നു. എങ്കിൽ തന്നെയും സ്ത്രീകളെ കാണുന്നതിൽ സ്ത്രീകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്നും കാണുന്നത് തന്നെയാണ്, പുരുഷൻ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്, ലോകം ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സൗന്ദര്യമുള്ളൊരു സ്ത്രീയുടെ കൂടെ ഇങ്ങനെ എം ഡി അത്തരത്തിലൊരു വേഷം ചെയ്യണം. എം ഡി അവരുടെ സൗന്ദര്യം മാത്രമല്ല നോക്കിയിരുന്നത്, അവരുടെ കുലീനത നോക്കിയിരുന്നു. അവരിൽ ചിലപ്പോൾ അദ്ദേഹം കണ്ട ഒരുപക്ഷെ മാധവിയോളം ഇവർ വിജയിക്കില്ലായിരുന്നു, അത് സത്യമാണ്. എം ഡി എന്തുകൊണ്ടായാലും ഹരിഹരൻ എം ഡിയും അത്തരത്തിലൊരു ചോയ്സ് മാധവിയെ കൊണ്ടുവന്നത് അവരുടെ വിജയമാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയുന്നു. അത് ഉറപ്പായിട്ടും അതിപ്പോൾ ഓരോരുത്തരുടെ, ഞാനിവിടെ ജയം തോൽവി എന്ന് പറയുന്നതിലേക്ക് ചേട്ടൻ ഏതായാലും ഞാൻ ഈ ചർച്ച ഞാൻ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കും, ഐശ്വര്യ ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. ഇല്ല, ഒരിക്കലും ഞാനിവിടെ എം ഡി തോറ്റു എന്നും പറഞ്ഞിട്ടില്ല, പാർവതി ജയിച്ചു എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പാർവതിക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പാർവതി അത് പറഞ്ഞു. അത് ആ കാലത്ത് എം ഡിയെ പോലെ ഒരാളും മഹാനടന്മാർ പോലും നോ പറയാൻ മടിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കി തൻ്റെ വസ്ത്രസ്വാതന്ത്ര്യത്തെ പറ്റി തുറന്നടിക്കാൻ അന്ന് കാണിച്ച പാർവതിയുടെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു സ്റ്റാൻഡിനെ ഞാൻ ഇപ്പോഴും ബഹുമാനിക്കുന്നു. പാർവതിയെ ഞാൻ ബഹുമാനിക്കുന്നു എന്നും പറയുന്നു. അതേസമയം എം ഡിയെയും അതുപോലെ തന്നെ ബഹുമാനിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എം ഡി അവിടെ തോറ്റു എന്നോ പാർവതി ജയിച്ചു എന്നോ ഒരിക്കലും ഞാനും പറഞ്ഞിട്ടില്ല. ഏതായാലും ഈ ടോപ്പിക്ക് ഞങ്ങൾ നിർത്തുന്നു തൽക്കാലം. എനിക്ക് തർക്കിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഞാൻ നിർത്തുകയാണ്. ആയിക്കോട്ടെ, നന്ദി, നമസ്കാരം.